ഇപ്പോൾ എവിടെ നോക്കിയാലും പൈനാപ്പിൾ ആണല്ലോ താരം. ഇത് ഇത്രയും വൈറലാവുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ നോർമലി ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നുന്ന ഒരു വീഡിയോ. ആ വീഡിയോക്ക് താഴെ റീസെൻ്റ്ലി ഒരു കമൻറ്റ് വന്നു, ഈ പൈനാപ്പിൾ പൊരിച്ചതൊന്ന് ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. കമൻറ്റ് എൻ്റെ ഇൻസൈഡ് ഫാമിലിയിൽ തന്നെ ആണെങ്കിലും ആദ്യമായിട്ട് ഒരാൾ ഒരു കാര്യം ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളത് ട്രൈ ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ കിട്ടിയപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ തൊലി ചെത്തിക്കളയാൻ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. എപ്പോഴും ഞാൻ ചെത്തിക്കളയുമ്പോൾ ഉപ്പ പറയാറുണ്ട് ചിലപ്പോൾ ഞാൻ ഓവറായിട്ട് ചെത്തും, ഇല്ലെങ്കിൽ അതിൻ്റെ തൊലി അത്രത്തോളം കംപ്ലീറ്റ് പോവില്ല, അങ്ങനെയാണ് ഉണ്ടാവല്. പിന്നെ ഇതിപ്പോൾ എൻ്റെ ആവശ്യം കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. പൈനാപ്പിൾ ചെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അത്രത്തോളം അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയണ്ട കേട്ടോ. പൊരിച്ചെടുക്കുമ്പോൾ പൈനാപ്പിൾ പറ്റി അങ്ങോട്ട് കുഴഞ്ഞു പോവാതിരിക്കാൻ അത് അത്രത്തോളം അങ്ങോട്ട് റിമൂവ് ചെയ്യണ്ട. പിന്നെ നമ്മൾ മീനിനൊക്കെ മസാല കൂട്ടുന്നത് പോലെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് മസാല കൂട്ടിയെടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഉപ്പ് അളവ് കുറച്ചിട്ടാൽ മതി. ഇതിൽ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, അതുകൊണ്ട് മുളക് പൊടിയാണ് എല്ലാ വീഡിയോയിലും നന്നായിട്ട് ചേർക്കുന്നത് കണ്ടത്. അതുകൊണ്ട് ഞാനും നല്ലോണം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ചില വീഡിയോയിൽ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ഇടുന്നത് കണ്ടു, പക്ഷേ പൈനാപ്പിൾക്ക് ആ ടേസ്റ്റ് എത്രത്തോളം സ്യൂട്ടാവുമോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരു 2 ഡ്രോപ്പ് വെളിച്ചെണ്ണയും ഒരു സുർക്കൻ്റെ കുപ്പിൻ്റെ മൂടിക്ക് ഒരു മൂടി വിനാഗിരിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിന്. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ആ മസാല ഒന്ന് മിക്സ് ചെയ്തിടുക. നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി വെക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ കണ്ടാൽ തന്നെ തിന്നാൻ തോന്നും. ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. നിങ്ങളും പൊരിക്കുമ്പോൾ പകുതി മാത്രം എടുത്തിട്ടൊന്ന് പൊരിച്ചു നോക്കുക, എന്നിട്ട് ടേസ്റ്റ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം കംപ്ലീറ്റ് പൊരിച്ചാൽ മതി. പിന്നെ ഇതേ നമ്മൾ മീൻ പൊരിക്കുന്നത് പോലെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്നും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കുക. കരിഞ്ഞു പോകരുത്, മസാല കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. പൈനാപ്പിൾ പൊരിക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് തപ്പി നോക്കുന്നത്. എല്ലാ വീഡിയോസിലും മുളക് പൊടിയാണ് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്, അതാണ് അതിനൊരു എരിവും ഒരു കളറൊക്കെ തരുന്നത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത്രയും മുളക് പൊടി കൂട്ടിയിട്ട് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് വയറിന് നന്നായിട്ട് പണി കിട്ടും. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. മുളക് പൊടി ഇത്രയും ഇടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഒരു മൈൽഡായിട്ട് മുളക് പൊടി ഇട്ടാൽ മതി. കുറച്ച് ലുക്ക് കുറയുന്നേ ഉള്ളൂ, നമ്മളെ ഹെൽത്തിന് അതാണ് നല്ലത്. പിന്നെ പൊരിച്ചെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി വിതറി കൊടുക്കുക. ചൂടാറുമ്പോഴത്തേന് അത് മെൽറ്റ് ആയിക്കോളും. പിന്നെ എനിക്ക് തോന്നിയ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, വീഡിയോസിൽ കാണുന്ന അത്രയും ഒരു ടേസ്റ്റും ഒരു ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് ഐറ്റം അത്രേ തോന്നിയുള്ളൂ. ഇതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് നമ്മൾ നോർമലി കഴിക്കുന്ന പോലെ കഴിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടമായത്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെ.